വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പോൾ ബോറൊക്കെ അടിക്കുമായിരുന്നുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം. അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടിരിക്കുവാണ്. തലയൊക്കെ ഞാൻ തോർത്തൊക്കെ കൊണ്ട് വിരിച്ചിട്ടു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഹാളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പുറത്തോട്ടിറങ്ങി കാണാം ഗൈസ്. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ അമ്മ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ചെടികളുടെയൊക്കെ നേഴ്സറിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കുറേ ഉണ്ട് ചുറ്റി കാണാൻ. പക്ഷേ അതൊന്നും എനിക്ക് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുറത്ത്. ഞാൻ ഈ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതൊക്കെയാണ്, നല്ല രസമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ അനിയനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അവന് 2 വയസ്സേ ഉള്ളേ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. ഒരു ഹായ് കൊടുത്തേക്ക്. ഹായ് ഗൈസ്. ഇതാണ് എൻ്റെ അനിയൻ. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ 2 വയസ്സ് രണ്ടും പൊട്ടെ. എനിക്കൊരു അനിയത്തിയുണ്ട്. അതിന് ഇന്ന് 6 മാസമായതേ ഉള്ളേ. നമുക്കിനി ഇവിടെ ഒക്കെ കാണാം. ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെയുള്ള ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓരോ ചെടികളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആരെങ്കിലും കട്ടപ്പനയിൽ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറണം. അതായത് ഗവൺമെൻറ് കോളേജിൻ്റെ നേരെയാണ് എൻ്റെ അമ്മ വീട്. നേരെയുള്ള നേഴ്സറിയിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ചെടികൾ കിട്ടും, പല വെറൈറ്റി ചെടികളും കിട്ടും. അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഈ നേഴ്സറിനെ പറ്റി വന്നിട്ടുള്ള കുറേ ന്യൂസുകളുണ്ട്. എൻ്റെ അമ്മ വീട്ടിലെ എൻ്റെ അമ്മയുടെ ചാച്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ന്യൂസുകളുണ്ടായിരുന്നു. കുറേ പത്രത്തിലായിട്ട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ആ ന്യൂസൊക്കെ നമുക്കൊന്ന് കാണാവേ. വായോ. കണ്ടോ, ഇതൊക്കെയാണ് നേഴ്സറികളെ പറ്റിയിട്ടുള്ള ഓരോ ന്യൂസുകളാണിത്. അപ്പോൾ ഇതൊക്കെ നേഴ്സറികളെ പറ്റിയിട്ട് വന്നിട്ടുള്ള ഓരോ ന്യൂസാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് നമുക്ക് കളിക്കാം. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങൾ നാളെ പോകും. തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് നാളെ ഞങ്ങൾ പോകും. ഇന്ന് പോകാനിരുന്നതായിരുന്നു, പക്ഷേ ആൻറ്റിക്കൊക്കെ ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയില്ല. ഇനി നാളെ പോകണം. രാവിലെ 6 മണിയാകുമ്പോൾ പോകണം. ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. ഞാൻ മോൻ വന്നു. മോനെ പോയി പിടിക്കട്ടെ. ഇവിടെ വണ്ടി കിടക്കുന്നുള്ളതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് പാടാണ്. ആ സൈഡിൽ കൂടെ ഇറങ്ങാൻ കുറച്ച് പാടാണ്. ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് വെട്ടം വന്നു. അപ്പോൾ ഞാൻ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കസേര ഇരുന്നിട്ടൊരു സുഖം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നടയിലോട്ട് ഇവിടേക്കാണ് ഇറങ്ങി വന്നിട്ടിരുന്നേ. നല്ല രസമുണ്ട്. ഞാൻ നിങ്ങളെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ആയിട്ടുള്ള ചെടികളൊക്കെ ഞാൻ തൽക്കാലം നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി ഇനി ഞാൻ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. ഈ ചെടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇത്. അത് കണ്ടോ, ഒരുപാട് പൊങ്ങിയാണ് ആ ഒരു ചെടി നിൽക്കുന്നത്. ആ ചെടിയുടെ പേര് ഞാൻ മറന്നു പോയിട്ടോ. നല്ലൊരു രസമാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ പോലെയുണ്ട് കാണാനൊക്കെ. അപ്പോൾ നല്ലൊരു ചെടിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ നേരെ ഗവൺമെൻറ് കോളേജ് കട്ടപ്പന ഗവൺമെൻറ് കോളേജിൻ്റെ നേരെ ഉള്ളതാണ് എൻ്റെ വീട്. ആ നേഴ്സറി കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഔഷധം എന്നാണ് നേഴ്സറിയുടെ പേര്. ഇവിടെ കുറേ ചെടികൾ എന്ന് പറഞ്ഞാൽ കുറേ ചെടികളുണ്ട്. കുറേ അധികം വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിലെ പോകുന്നുണ്ടെങ്കിൽ
കയറി മേടിച്ചണേ. അപ്പോൾ ഗവൺമെൻറ് കോളേജിൻ്റെ നേരെ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൻ്റെ നേരെയുള്ള വീടാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു സുഖം ഫീൽ ചെയ്യുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ. ഇന്ന് ഇവിടെ മഴ പെയ്തിട്ടോ, മഴയൊക്കെയും പെയ്തായിരുന്നു. നല്ല രസമുണ്ട് ഇപ്പോൾ ഇറങ്ങി ഇവിടെ ഇരിക്കാൻ, തിണ്ണയിലിരിക്കാൻ. നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് മാടി അങ്ങ് വിളിക്കുന്നു ഗൈസ്. ഉറക്കമൊക്കെയും വരുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഇപ്പോൾ ഇരുന്നുറങ്ങുക, വീഡിയോ എടുക്കുകയുണ്ട്. ചായയൊക്കെ കുടിച്ചതായി ഉണ്ടാട്ടോ കാണിക്കാത്തത് നിങ്ങളെ. എന്താ പറയുക, ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്, നല്ലൊരു തണുത്ത കാറ്റ് ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ ഒക്കെയാണ്. നല്ലൊരു ഉന്മേഷമൊക്കെ കേട്ടോ, നല്ലൊരു തണുത്ത കാറ്റൊക്കെയാണ് ഗൈസ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം നമുക്ക് നമ്മളെ തന്നെ കാണാം. ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാം. ആകാശത്തിലൊക്കെ നല്ലൊരു രസമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മഴയൊക്കെ പെയ്തിരുന്നുകൊണ്ട് കൊതുകുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കാം റോട്ടിലോട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാട്ടോ. മോൻ ഗൈസ്, അപ്പോൾ മോൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. വണ്ടിയൊക്കെ ഓടിച്ചാണേ, കണ്ടോ? അയ്യോ, മോൻ അവിടെ ഉണ്ട്. ബ്ലാക്ക് ടോപ്പായിട്ടുണ്ട്. മോൻ്റെ ഫേസൊക്കെ കാണിട്ടോ അത്. ഗൈസ്, മോൻ്റെ ഹൈ ആണ്. ഹൈ കൊടുത്തേ മോനെ. ഒരു ഉമ്മ വന്നേ മോനെ, കെട്ടിപ്പിടിച്ചൊരുമ്മ വന്നേ, കെട്ടിപ്പിടിച്ചൊരുമ്മ വന്നേ. അപ്പോൾ ഇതിലേക്ക് കളിച്ചുകൊണ്ട് നടക്കും കേട്ടോ അവൻ. മോൻ ഇതിലേക്ക് കളിച്ചുകൊണ്ട് നടക്കുവാണ്. ഇരുട്ടാറായി, അതാ വെട്ടം ഒട്ടും ഇല്ലാത്തത്. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ട് കാണുന്നത്. നമുക്ക് ഇവിടേക്കിരിക്കുമ്പോൾ കുറച്ചുകൂടെ വെട്ടം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം കുറച്ചുകൂടെ വെട്ടം ഉണ്ടെന്നാണ് തോന്നുന്നത് മുമ്പത്തെക്കാട്ടിലും. ഇപ്പോൾ എനിക്ക് നിങ്ങളെ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ വെട്ടമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുവായുണ്ട്, പുറത്ത് കൊതുകൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് വെട്ടം കാണും കേട്ടോ. മോൻ വന്നു. ആ വണ്ടി മാറ്റി വെച്ചിട്ട് ഇനി ഈ വണ്ടി ഓടിക്കാനാണെന്ന് തോന്നുന്നു. മോൻ വന്നിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടാക്കി, ലൈറ്റൊക്കെ തെളിഞ്ഞു. ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. അങ്ങനെ മോൻ വണ്ടി കയറിയിരുന്നു, വണ്ടി ഓടിക്കുവാണ് ഗൈസ്. മോനെ വണ്ടി ഓടിക്കേ, സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കേ. മോനാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇരുട്ടാൻ തുടങ്ങിയുണ്ട് കേട്ടോ. ഒട്ടും ലൈറ്റ് ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഗൈസ്. ഇനി ഞാൻ മുടി കെട്ടി വെക്കുവാണ്. എൻ്റെ മുടിയൊക്കെ ഉണങ്ങി കേട്ടോ, അതുകൊണ്ട് നമുക്കിനി മുടി കെട്ടി വെച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടോ, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് തന്നെ ഒരു സമാധാനമായി. എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രേ വീഡിയോ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം എനിക്കിതേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ പോവാനുണ്ട്. അപ്പോൾ ഇനി വീഡിയോസായിട്ട് വരാം. അതായിരിക്കും ബൈ ബൈ. ഇന്ന് മുതൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എനിക്ക് ഇത്രയും പെട്ടെന്ന് എന്നെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം.
ഇത്രയും ഇപ്പം എനിക്ക് 32 സബ്സ്ക്രൈബ്സ് ഉണ്ട്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്. അപ്പോൾ ഇനി വീഡിയോസ് ആയിട്ട് വരാം. അതൊരു